ഹലോ ഗേൾസ്, ഇപ്പോൾ ടൈം 5:06 AM, അതായത് രാവിലെ 5 മണിയായിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരത്തെ നീച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനും പോകാൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോടാണ് പരിപാടി. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ 8 മണിക്ക് പരിപാടി തുടങ്ങും. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ നമ്മൾ ഇത്ര നേരത്തേക്ക് നീക്കണം. പനിസ് രാവിലെ നീച്ചിട്ടുണ്ട്. എങ്ങോട്ടാ പോണു പനിയോ? മദ്രസ്ക്ക് പോകുമ്പോൾ വിളിച്ചാൽ നീച്ചാത്ത കുട്ടിയാണ്. 2 വിളിക്ക് നീച്ചെന്ന് ചിരിച്ചു. നമുക്ക് ഡ്രസ്സെല്ലാം മാറ്റി ചേഞ്ച് ആവാം. അപ്പം നമ്മളെ ബസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതില്ലടെ പാട്ടൊക്കെ ഉണ്ട്. വേങ്ങണ്ട് 3 എണ്ണം, 1 എന്നല്ലേ 3 എണ്ണം. ഇതിന് ഓടേണ്ട കണക്കുള്ള സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും. സൈഡിൽ സീറ്റ് പിടിച്ചിരിക്കണം. നേരത്തെ വന്നിട്ട് എല്ലാവരും വന്നിക്കൊണ്ട് നിന്നോട് ഇവിടെ എത്തിയതിൽ ആരുമില്ല. നമ്മളെ ഗിന്നസ് റെക്കോർഡിൽ ഇടാൻ വേണ്ടി നമ്മളെ ഫാമിലി ഗെറ്റ് ടുഗദറിന് പോവാണ്. അതെ ആകെ 500 സംതിങ് വ്യൂസ് ഉള്ളു. ഋഷാന വന്നു. ഫാനൂര് തുണക്കാരത്ത് വന്നു. കമ്പനിക്ക് അതൊക്കെ മാറ്റിക്കോ. പെട്ടെന്നൊന്നും ആർക്കും കിട്ടാൻ പറ്റൂല. കാലം വന്നു, അവിയൽ വന്നു, തോരൻ, എല്ലാരും എല്ലാരുണ്ട് ഗൈസ്. ചായ കുടിക്കണ ടൈം ടീ ടൈമാണല്ലോ.
അപ്പൊ ഗായ്സ് ഞങ്ങൾ ദിൽന അൽവൽ പാട്ടുകാരി പാട്ടൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. ഞാൻ പിന്നെ നമുക്കുള്ള മേക്കപ്പ് സെക്ഷൻ ആണ്. സ്ഥലത്താനായോ അപ്പൊ നമ്മള് ഇവിടെ എത്തി എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് നല്ലൊരു കൈയടിയോടുകൂടി കല്ലൂർമാരുടെ ഈ സംഗമത്തിലേക്ക് റഷീദ് അലി ശിഹാബ് തങ്ങളെയും നദീവി ഉസ്താദിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ഇസ്ലാമിക സാഹിത്യ ചരിത്രത്തിലെ പാണ്ഡിത്യം. ഫുഡ് കിട്ടിയാ മതിയല്ലോ. താഴത്ത് കിട്ടോ? അതെ അതെ, ഫുഡ് കിട്ടിയാ മതിയെന്നോ? രണ്ടാം വട്ട ചോറ് എടുക്കണം ഗൈസ്. ഇതൊരു ആഗ്രഹം പറഞ്ഞ നമ്മളെ സഹായിച്ചു കൊടുക്കണ്ടേ? അല്ല, മൂന്നാൾക്ക് കുറച്ച് എടുത്തായിരുന്നു. പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരുന്ന രണ്ടാൾക്കാരെ ഒരു പാത്രം ചോറ് 1 2 3 4 5 6 ആറാളും പറ്റൂല. ഇതിന്റെ 3 ഇരട്ടി ഞാൻ തിന്നിട്ടുണ്ട്. എനിക്കൊരു കയ്യപ്പാക്കട്ടെ ചോറ് തിന്നിന്റെ പിന്നാലെ ചായ. കായല് കാണാൻ പോവാണ്. ഗെറ്റ് ടുഗദറിന് നല്ല കായൽ കാണാൻ പോകുമ്പോ കാത്തോടത്ത് കായൽക്കൊക്കെ കൊടുത്തിട്ട് അതാ ബോട്ടൊക്കെ എടുത്ത് പോയാലോ. തോണി വള്ളം പറയും ബോട്ടിനെ നമ്മള്. ഈ വല്ല രസമുണ്ടല്ലേ. ഇടി അങ്ങോട്ടൊക്കെ എന്ത് രസാ. സംഘടിപ്പിച്ച ഇതിലേക്ക് നിങ്ങൾക്കൊക്കെ വന്നെത്താൻ ഒരുപാട് സാമ്പത്തിക ചെലവുകളുണ്ട്. പല ജോലി തിരക്കുകളും മാറ്റിവെച്ച് വന്നവരുണ്ട്. ഇതൊക്കെ ഈ ഒരു ഐക്യത്തിന്റെ പാണ്ടിക്കാട് ഉദ്ഘാടനം ചെയ്ത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ, നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് സാർ, പ്രിയപ്പെട്ട ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്, സഹൃദയരായ സഹോദരി സഹോദരന്മാർ, मेरी जान जिंदगानी तेरे पास मेरा दिल है, मेरे प्यार की निशानी मुझे इश्क है तुझी से. ഇവിടെ നല്ല പാട്ടൊക്കെ നടക്കണം. അപ്പം ഞങ്ങളിവിടെ ഡ്രസ്സിംഗ് റൂമിൽ ഇതാകെ പോസ്റ്റ് ആയിരിക്കണം. എന്താണ് എനിക്കൊരു ഉഷാറില്ലാതെ? അവിടെ നിന്ന് കാണൂല. എന്താ എനിക്കൊരു ഉഷാറില്ലാതെ? എവിടെ ഞാൻ ഇരിക്കാൻ പറ്റണില്ല. ചിന്ത മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് തിന്നാൻ പോയാലോ. അവിടെ പരിപാടി എടുക്കുമ്പോ നിങ്ങൾ എന്താ ഇവിടെ നിൽക്കണേ? അടുത്ത പരിപാടി വച്ചാൽ നമ്മൾ ദിൽനയുടെ പാട്ടിന് വെയിറ്റ് ചെയ്തു. അതെ അതെ അതെ, വെയിറ്റ് ചെയ്തത് സുരുമയെഴുതും സുന്ദരിയോനി
തുണി തുഴഞ്ഞവളനിനെ മനത്ത് വിരിയണ മഴവിളിയൊളിവേ നടത്താലൊരു തുണി തുഴഞ്ഞവളനിനെ മൂപത്തിൻ പൂമോളെ മൂപത്തിൻ പുന്നാരെ താരം പോൽ മിന്നുന്നേ നാണം വിരിഞ്ഞേരമ്മ ചന്ദന നിഴലിൽ ചന്ദ്രികയോ സുറുമയെഴുതും സുന്ദരിയോ നീ കസവിലുരയും മേഴഴകോ നീ കൽവിനുണരും മറവനമൊട്ടും ചന്ദന നിഴലിൽ ചന്ദ്രികയോ പാതി വഴിയിൽ പുതുമണമാണ് നിന്നെയും ഓർത്ത് കഴിയുകയോ സുറുമയെഴുതും സുന്ദരിയോ നീ കസവിലുരയും മേഴഴകോ നീ സുറുമയെഴുതും സുന്ദരിയോ നീ കസവിലുരയും മേഴഴകോ. മുഞ്ചിരി മികച്ച പ്രവാചകനെ പുഞ്ചിരി കൊണ്ടു വരച്ചില്ലേ പൂതി കൊണ്ടൊക്കെ ലിഫ്റ്റിൽ ഇങ്ങനെ എന്താ അവിടെ ഇവിടെ ലിഫ്റ്റില്ലാത്ത അവസ്ഥയല്ലോ. എടാ കുട്ടി ആ കൈ മാറ്റുക അല്ലെങ്കിൽ അവിടെ. ഹലോ മിഥുലാജുണ്ടോ അവിടെ? ആകെ സീനായില്ലേ എന്താട്ടാ നമുക്ക് ബസ് കിട്ടില്ല. എന്താണ് അതെ അതെ എന്തായാലും നമ്മളെ വേണം. അപ്പൊ ഞങ്ങള് എന്താ ലിഫ്റ്റ് താഴെ വരത്താത്തോണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ ആരോ തുറന്നു. അപ്പൊ ഞങ്ങള് ഇവിടെ ഇറങ്ങി. ഇതെന്ന് പറഞ്ഞാ നമ്മള് വല്ലാത്ത രീതിയിലൂടെ ഇതായിട്ടുള്ളത്. ഇതൊരിക്കലും മാറാൻ പോടില്ല എന്നതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇത് അപ്പൊ ശരി, നമ്മള് നാളെ യൂട്യൂബില് വീണ്ടും വല്ലാത്തൊരു ഇതായി പോയി കേട്ടോ. എന്തൊരു والسلام على الرسول الشفيع الأبطالي والحبيب العربي وأبو الأحبار رضي الله. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഇത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മളുടെ ഫിദന്റെയും നിനുന്റെയും വക ബസ് അവിടെ നിർത്തുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നടക്കണം ഞങ്ങളെ വീട്ടിലേക്ക്. കോട്ടക്കുളം കുളമ്പക്കാണ് നടക്കണം. എല്ലാവരും മുന്നിലൊരു ജാതിക്കുള്ള ആൾക്കാരുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസിംഗ് ഫാമിലിയായി കല്ലുടമൻ ഫാമിലിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാണുക സർട്ടിഫിക്കറ്റ്. ഈ ഫാമിലി ഏറ്റവും വലിയ ലോകത്തിലെ 2025 മൂന്ന്